Hi dears, welcome to today's physics class. In the last class, we completed our second chapter, motion. Today, we are going to take a new chapter, namely force. Okay. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ ചാപ്റ്റർ നെയിം ഫോഴ്സ്. ഫോഴ്സ് മീൻസ് ബലം. ഓക്കെ, ഇപ്പൊ ഫോഴ്സ് എന്ന് നിങ്ങൾ ഒരുപാട് അല്ലെ കേട്ട് കഴിഞ്ഞ ടേമാണ് ഫോഴ്സ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഫോഴ്സ് എന്നൊരു ടേം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ വന്നു കഴിഞ്ഞു അല്ലെ? ഫോഴ്സ് അപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലോട്ട് വന്നല്ലോ. അപ്പൊ നമുക്ക് ആ ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്തുള്ളത്. ഓക്കെ, first portion of our chapter, we can see a picture. The picture show a student entering to the headmaster's room happens to see the writing on the glass door. What do they indicate? Let us examine. Observe the given pictures. എന്താണ്, ഒരു കുട്ടി ഹെഡ്മാസ്റ്റർ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഹെഡ്മാസ്റ്റർ റൂമിലില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ജ്വല്ലറി, അതുപോലെ ഷോപ്പ്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഗ്ലാസ് ഡോറിന് മുകളിലായിട്ട് പുഷ് പുള്ള് അല്ലേ എഴുതി വെച്ചിട്ടുണ്ടാവും. വാട്ട് യു മീൻ ബൈ പുഷ്? പുഷിംഗ് മീൻസ് പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ തള്ള് അല്ലെ? പുള്ളിങ് എന്ന് പറഞ്ഞാൽ വലിക്കുക. നോക്കൂ, അതുപോലെ തന്നെ മിസ് ഇവിടെ കാണിച്ചിട്ടുള്ളത് വേറൊരു പിക്ചറാണ്. എന്താണ്, കണ്ടിട്ടുണ്ടോ? ഇതെന്താണ്? കാർട്ട് അല്ലെ? കാർട്ട് എന്ന് പറഞ്ഞാല് ഉന്തുവണ്ടി. ഉന്തുവണ്ടി എന്താണ്? ഒരാള് പുള്ളിയാണ്, വലിക്കാണ്. അതുപോലെ തന്നെ ഒരു കാറ് ഒരാള് പുഷ് ചെയ്യാണ് അല്ലെ? അപ്പൊ ഈ പിക്ചേഴ്സ് അനലൈസ് ചെയ്തിട്ട് നമ്മളോട് ടേബിൾ ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പുഷ് പുള്ള് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കോളാണ് ടേബിളിലുള്ളത്. Then pushing a car and also pushing a door അല്ലെ? നമുക്ക് എഴുതാലോ, ഡോർ വലിക്കുന്നത്. Then പുള്ളാണ്, പുള്ളിൽ തന്നെ ആക്ടിവിറ്റിയാണ് എഴുതേണ്ടത്. എന്തെഴുതാം? പുള്ളിൽ എന്തൊക്കെ എഴുതാം? യെസ്, പുള്ളിങ് എ ഡോർ അല്ലെ? ഡോറ് വലിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിങ് എ കാർട്ട് അല്ലെ? ഉന്തുവണ്ടി വലിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? പുഷ് ചെയ്യുന്നതും പുള്ള് ചെയ്യുന്നതും. ഈ പുഷ് ചെയ്യുമ്പോഴും പുള്ള് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അവിടെ എന്തോ ഒന്ന് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ് നമ്മൾ കൊടുക്കുന്നത്? യെസ്, നമ്മൾ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അല്ലെ? എന്താണ്? പുള്ള് ചെയ്യുകയോ പുഷ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. വിച്ച് മീൻസ് when an object is pushed or pulled, a force being applied on it അല്ലെ? അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുള്ള് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. Then what is the unit of force? ഫസ്റ്റ് ചാപ്റ്ററിൽ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന ചാപ്റ്ററിൽ നമ്മള് കുറച്ച് മെഷർമെന്റ്സും അതിന്റെ യൂണിറ്റ്സും ആണ് ഡിസ്കസ് ചെയ്തത്. ഓർമ്മയുണ്ടോ? വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? യെസ്, ന്യൂട്ടൺ ഈസ് ദ യൂണിറ്റ് ഓഫ് force and which is denoted by capital letter N. Okay. See, ഈ പുള്ളിങ്ങും പുഷിങ്ങും മാത്രമാണോ ഫോഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്? അതായത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് അവിടെ പുഷിങ്ങും പുള്ളിങ്ങും മാത്രമാണോ വരിക? നോക്കാം എന്തൊക്കെ വരുന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഇവിടെ മിസ് കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾക്ക് ഷോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പിക്ചർ എന്താണ്? ഒരു റോളിംഗ് ബോളിനെ എന്ത് ചെയ്യാണ്? ലെഗ് യൂസ് ചെയ്തിട്ട് അതിന് തടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദെൻ സെക്കൻഡ് പിക്ചർ ഒരു ഗോളായി വരുന്ന ഒരു ബോളിനെ കൈകൊണ്ട് തടുക്കുകയാണ്. അതായത് ബോൾ ഇങ്ങോട്ട് വരുമ്പോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ദെൻ എന്താണ്? അതുപോലെ തന്നെ ക്രിക്കറ്റ് ബാറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ബോള് അടിക്കുകയാണ്. ദെൻ ഒരു സ്പോഞ്ച് കൈകൊണ്ട് പുഷ് അമർത്താണ്. ദെൻ ഒരു കൗനെ എന്താണ്? പുള്ള് ചെയ്യാണ്. ദെൻ ഒരു വാള് പുള്ള് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. Then
ഇപ്പൊ ഇതിന്റെ ബേസിസിൽ നമുക്കൊരു ടേബിൾ ഫില്ല് ചെയ്യാണ്ട്. അപ്പൊ ആ ടേബിൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫോഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഓർ ഒരു സ്ഥലത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്തു ഓർ ഫോഴ്സ് ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചേഞ്ച് ഉണ്ടാവും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആ ടേബിൾ ആദ്യം ഫില്ല് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? അപ്ലൈയിങ് ഫോഴ്സ് ഓൺ എ റോളിംഗ് ബോൾ, സ്ലോലി പുഷിംഗ് ഇറ്റ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് ലെഗ്. ഒരു ഉരുണ്ട് വരുന്ന പന്തിനെ എന്താണ് നമ്മളെ കാല് കൊണ്ട് നമ്മൾ തടുക്കാൻ ശ്രമിക്കുകയാണ്. ദെൻ അവിടെ ഉണ്ടാവുന്ന റിസൾട്ട് എന്താണ്? തടുത്തു കഴിഞ്ഞാല് ബോൾ റെസ്റ്റിലേക്ക് വരും അല്ലെ, ബോള് നിൽക്കും. ദെൻ പുഷിംഗ് എ ബോൾ, ഒരു ബോള് പുഷ് ചെയ്താൽ, ഒരു ചുമര് പുഷ് ചെയ്താൽ എന്താ സംഭവിക്കുക? ദ ബോൾ ഹാസ് ടെൻഡൻസി ടു മൂവ്. ആ ബോളിന് ആ വാളിന് മൂവ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ മൂവ് ചെയ്യോ ഇല്ല, പക്ഷെ എന്നാലും മൂവ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാവും. അതിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് എന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാവുക. ഈ വാള് എന്താണ് പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്കൊരു വേദന എടുക്കും അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ കൈക്കൊരു വേദന എടുക്കും. അതിന് മീനിങ് എന്താണ്? ആ വാള് തിരിച്ചൊരു ഫോഴ്സ് നമുക്ക് തരുന്നുണ്ട് എന്നാണ് മീനിങ്. പിന്നെ എന്താ ചെയ്യാം? പുള്ളിങ് എ കൗ, ഒരു കൗവിനെ നമ്മൾ വലിക്കാണ്. ആ സമയത്ത് എന്താണ് ടെൻഡൻസി? ദ കൗ ഹാസ് എ ടെൻഡൻസി ടു മൂവ് അല്ലെ, നിൽക്കുന്ന ആ പശുവിന് എന്ത് ചെയ്യും? മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെന്താണ്? സ്പോഞ്ചിന്റെ കേസ് പറയാം അല്ലെ. സ്പോഞ്ച് എന്ത് ചെയ്യാണ്? നമ്മള് അമർത്താണ്. അപ്പൊ എന്താണ്? സ്പോഞ്ചിന്റെ സൈസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും അല്ലെ. സൈസ് റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ വോളിയം ചേഞ്ച് ചെയ്യും. അതായത് സ്പോഞ്ച് ഒരു വലിയ കട്ടായിട്ടിരിക്കുന്ന സ്പോഞ്ച് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ എന്താണ്? അതങ്ങനെ താഴ്ന്നു പോവുമല്ലോ. മീൻസ് അതായത് അതിന്റെ സൈസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഇയാളുടെ ടെൻഡൻസി ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ അതിന്റെ വോളിയം എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഇൻ ദി സെയിം വേ ഇപ്പം നമ്മൾ നോക്കിംഗ് ബോള്, അതായത് ബോൾ എന്ത് ചെയ്യുക? തട്ടി മാറ്റുക അല്ലേ. അപ്പം എന്ത് ചെയ്യും? അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. നമ്മളെ ഹാൻഡിൻ്റെ നേർക്ക് വരുന്ന ബോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. അതുപോലെ നമ്മൾ ഫുട്ബോൾ കിക്ക് ചെയ്യുന്ന സമയത്തും എന്താണ്? അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും അല്ലേ. അപ്പോൾ ഒരു ഫോഴ്സ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കും. പുഷിങ്ങും പുള്ളിങ്ങും മാത്രമല്ല ഫോഴ്സ്. വാട്ട് യു മീൻ ബൈ ഫോഴ്സ്? അപ്പൊ ഈ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായത്? യെസ്, ഫോഴ്സ് ഈസ് ദാറ്റ് which changes or tends to change the shape, size, volume, state of rest or state of motion of a body. അതായത് ഒരു ഫോഴ്സ് അവിടെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവും? യെസ്, സൈസ്, വോളിയം ഓർ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന് റെസ്റ്റിലേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ബോള് റോൾ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു ഫോഴ്സ്, നമ്മളെ കാല് കൊണ്ടൊരു ഫോഴ്സ് കൊടുത്താൽ അതിനെ റെസ്റ്റിലേക്ക് വരുത്തുന്നു അല്ലെ. അതുപോലെ തന്നെയാണ് എന്ത്? ഇപ്പോ റെസ്റ്റിലിരിക്കുന്ന കൗ അല്ലെ, അതിനെ നമ്മൾ ഫോഴ്സ് പുള്ളി ചെയ്യുന്ന സമയത്ത് എന്താണ്? അതിന് മോഷനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു അല്ലെ. സ്പോഞ്ചിന്റെ കേസാണെങ്കിൽ അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അതാണ് പറഞ്ഞത് എന്ത്? ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം ചേഞ്ചുകൾ ഉണ്ടായിട്ടുണ്ടാവും? ഒന്ന് സൈസ്, ദെൻ വോളിയം, ദെൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ ഷേപ്പ്, ഇതെല്ലാം ചേഞ്ച് വരും ആസ് എ റിസൾട്ട് ഓഫ് ഫോഴ്സ്. ദെൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ഇപ്പോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുത്വാകർഷണ ബലം. പിന്നെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നറ്റ് ഇല്ലേ, കാന്തം അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. അങ്ങനെ ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഫോഴ്സ് ആണ് കോണ്ടാക്ട് ഫോഴ്സസ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. വാട്ട് യു മീൻ ബൈ കോണ്ടാക്ട് ഫോഴ്സ്? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടേമിൽ തന്നെ ഉണ്ട് കോണ്ടാക്ട് വഴി ഉണ്ടാകുന്ന ഫോഴ്സ്. കോണ്ടാക്ട് ആണെങ്കിലോ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എന്താണ്? ഒബ്ജക്റ്റ് തമ്മിലുള്ള കോണ്ടാക്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. മിസ് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. കാണുന്ന പിക്ചർ എന്താണ്? ഡ്രോയിങ് വാട്ടർ ഫ്രം വെൽ.
കിണറിൽ നിന്ന് നമ്മൾ വെള്ളം കോരുന്നത്. ദെൻ എന്താണ് പുഷിങ് എ ട്രോളി, ഒരു ട്രോളി ഉന്തുന്നത്. ദെൻ എന്താണ് എ കോക്കനട്ട് ഫോളിങ് ഫ്രം എ കോക്കനട്ട് ട്രീ, ഒരു കോക്കനട്ട് ട്രീയിൽ നിന്ന് കോക്കനറ്റ് താഴേക്ക് വീഴുന്നത്. ദെൻ എന്താണ് എ ബോൾ കമ്മിങ് ടു റെസ്റ്റ് ആഫ്റ്റർ ബീങ് റോൾ ഓൺ എ ലെവൽ ഗ്രൗണ്ട്, ഒരു നിരപ്പായ ഗ്രൗണ്ടിലൂടെ റോൾ ചെയ്തുകൊണ്ട് പോകുന്ന പന്ത് നിൽക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. റോൾ ചെയ്യുന്ന ഡയറക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദെൻ എന്താണ് ഒരു മാഗ്നറ്റ് ഒരു നെയിലിനെ അട്രാക്ട് ചെയ്യുന്നു. ദെൻ ഒരു സ്കെയിൽ പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കുന്നു, അട്രാക്ട് ചെയ്യുന്നു. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? യെസ്, നിങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റിയാണ്, നിങ്ങൾ ചെയ്യണം. എന്താന്ന് വെച്ചാല് സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് നമ്മുടെ എണ്ണയില്ലാത്ത മുടി ഉണ്ടല്ലോ, എണ്ണയില്ലാത്ത മുടിന്റെ മുകളിൽ സ്കെയിലിൽ ഒരസുക, തലമുടിയിൽ ഒരസുക. എന്നിട്ട് ചെറിയ പീസ് പേപ്പേഴ്സിന് സ്മോൾ പീസസ് ആക്കിയിട്ട് അതിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ അട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നോക്കൂ, ഈ പിക്ചറില് എന്തെങ്കിലും ഈ പിക്ചറിൽ നടന്നിട്ടുള്ള ആക്ടിവിറ്റീസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കൂ. എന്താണ് ഇപ്പൊ നമ്മള് വെള്ളം കോരുന്ന സമയത്ത് നമ്മുടെ കയറും അതുപോലെ തന്നെ നമ്മുടെ കയ്യും തമ്മിലൊരു ഫോഴ്സ് അല്ലേ ഉണ്ട്. പിന്നെ ട്രോളി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോക്കനട്ട് ട്രീ ഫോളിങ് ഫ്രം എ കോക്കനട്ട് ഫോളിങ് ഫ്രം എ കോക്കനട്ട് ട്രീ, എന്താണ് അവിടെ ആരെങ്കിലും വലിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കുന്നോ ഇല്ല അല്ലേ. അതുപോലെ തന്നെ ബോളിന്റെ കേസ് നോക്കൂ. പിന്നെ നെക്സ്റ്റ് നെയില് അല്ലെ, മാഗ്നറ്റിന്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. മാഗ്നറ്റ് നെയിലിനെ അട്രാക്ട് ചെയ്യുന്ന വീട്ടിലാണി ഒരു കാന്തത്തിന്റെ കഷ്ണം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ സ്കെയിലിന്റെ കേസ് നോക്കൂ. ഇവിടെ എന്താണ് ചില കേസുകളിൽ കോണ്ടാക്ട് വഴിയാണ് അവിടെ ഫോഴ്സ് ഉണ്ടായിട്ടുള്ളത്. ചില കേസിൽ എങ്ങനെയാണ് കോണ്ടാക്ട് ഇല്ല അല്ലെ. കോണ്ടാക്ട് ഇല്ലാത്തതിന് എക്സാമ്പിൾ എന്തൊക്കെ പറയാം? കോക്കനട്ട് falling from a coconut tree and a magnet attract a nail and a scale attract small paper piece. So these all are non-contact forces. While drawing water from well and pushing roller and rolling ball come to rest, these all are contact force between two objects. So the force applied by the contact between object is called contact force, and the force applied on an object without contact on it are non-contact force. മനസ്സിലായോ? രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള കോണ്ടാക്ട് വഴിയാണ് ഫോഴ്സ് ഉണ്ടാകുന്നതിൽ അതെങ്ങനെ നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് എന്നും, ഫോഴ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാ കോണ്ടാക്ട് ഇല്ലാത്തൊരു ഫോഴ്സ് ആണെങ്കിൽ അതിനെ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്നും പറയുന്നു. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഫില്ല് ചെയ്യണം. നോക്കൂ, എന്താണ് ഫസ്റ്റ് കോളം സിറ്റുവേഷൻ, സെക്കൻഡ് കോളം ഫോഴ്സ്, ദെൻ ഡ്യൂ ടു കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് വിത്ത് നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്റ്റ്. പുഷിംഗ് ട്രോളി കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആണ്, കാരണം അല്ലേ നമ്മുടെ കയ്യും ആ ട്രോളിങ് തമ്മിലുള്ള കോണ്ടാക്ട് വഴിയാണല്ലോ അത് ട്രോളി ഉരുണ്ടുപോകുന്നത്. എ കോക്കനട്ട് ഫോളിങ് ഫ്രം എ കോക്കനട്ട് ട്രീ, നമ്മൾ എന്തെങ്കിലും കോണ്ടാക്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വരിക അല്ലെ. കോക്കനട്ട് ട്രീയിൽ നിന്ന് കോക്കനറ്റ് വീഴുന്നത് നമുക്കറിയാം അല്ലെ. ആപ്പിള് തലമുക്ക് വീഴുന്ന സമയത്താണ് ന്യൂട്ടൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടെത്തിയത് അല്ലെ. അപ്പൊ എന്താണ് അത് നോൺ കോണ്ടാക്ട് ആണ് അല്ലെ, വിത്ത് നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്റ്റില് ടിക്ക് ചെയ്യാം. ദെൻ ഡ്രോയിങ് വാട്ടർ ഫ്രം എ വെൽ, കിണറിന്ന് വെള്ളം കോരുന്ന സമയത്ത് കോണ്ടാക്ട് ഉണ്ട് അല്ലെ. നമ്മള് എന്താണ് കയറും ഹാൻഡും തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ട്. ദെൻ എ ബോൾ കമ്മിങ് ടു റെസ്റ്റ് ആഫ്റ്റർ ബീങ് റോൾഡ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്, എന്താണ് ഒരു ബോള് നിൽക്കാൻ വേണ്ടി റെസ്റ്റിലേക്ക് വരികയാണ്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോള്, റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോള് റെസ്റ്റിലേക്ക് വരികയാണ്, അതായത് നിശ്ചലാവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ എന്താണ് യെസ് ഇറ്റ് ഈസ് ഓൾസോ കോണ്ടാക്ട് ഫോഴ്സ് അല്ലെ ബിറ്റ്വീൻ എന്താണ് ഗ്രൗണ്ട് ആൻഡ് ബോൾ. ബോളും ഗ്രൗണ്ടും തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് അത് അവിടെ റെസ്റ്റിലേക്ക് വരുന്നത്. ദെൻ എ മാഗ്നറ്റ് അട്രാക്റ്റിംഗ് എ നെയിൽ, ഒരു മാഗ്നറ്റ് അട്രാക്ട്, നമുക്കറിയാം മാഗ്നറ്റ്
നെയിലിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ മതി അല്ലേ, അത് അട്രാക്ട് ചെയ്തോളും. നമ്മൾ അതിന്റെ മുകളിൽ തട്ടിക്കൊന്നും വേണ്ട. അപ്പൊ എന്താണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്റ്റ്. അപ്പൊ അവിടെ ടിക്ക് ചെയ്യാം. ദെൻ എ പ്ലാസ്റ്റിക് സ്കെയിൽ റബ് ഓൺ ഹെയർ അട്രാക്ട് പീസ് ഓഫ് പേപ്പർ. എന്താണ്, ഒരു റബ്ബ് ചെയ്ത് നമ്മള് മുടിയിൽ റബ്ബ് ചെയ്ത സ്കെയിലിനെ പേപ്പർ പീസ് അട്രാക്ട് ചെയ്യുന്നത് എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് അല്ലെ. നമ്മൾ അവിടെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി, അതിന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ മതി. ആ പേപ്പർ പീസുമ്പോൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അട്രാക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. പേര് പോലെ തന്നെയാണ് അല്ലെ. ഒബ്ജക്റ്റുകൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സും, ഒബ്ജക്റ്റുകൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമ്മൾ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്നും പറയും. ഇനി ഇപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കണ്ടല്ലോ, അതിന് കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്ത് എഴുതാണ്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കൊടുത്ത എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിളും ഉൾപ്പെടുത്തിയിട്ട് ആ ടേബിള് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഡ്രോയിങ് വാട്ടർ ഫ്രം വെല്ല് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ ട്രോളി പുഷ് ചെയ്യുന്നത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ദെൻ റോളിംഗ് ബോള് റെസ്റ്റിലേക്ക് വരുന്നത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഗ്രൗണ്ടും ബോളും തമ്മിലുള്ള കോണ്ടാക്ട് ഫോഴ്സ്. ദെൻ കോക്കനട്ട് ട്രീന്ന് കോക്കനറ്റ് ഫോളോ ചെയ്യുന്നത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. നെയില് മാഗ്നറ്റ് നെയിലിനെ അട്രാക്ട് ചെയ്യുന്നത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ദെൻ സ്കെയില് സ്മോൾ പേപ്പർ പീസിനെ അട്രാക്ട് ചെയ്യുന്നത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടേബിള് നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഫിൽ ചെയ്യാം. ഇതിന്റെ ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ഓർ ഫോഴ്സിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, എന്താണ്, എന്തൊക്കെ ഷേപ്പ്, സൈസ്, വോളിയം, ഓർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഒക്കെ ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ വന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ്. ഒന്ന് കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ്, അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. പിന്നെ നമ്മൾ ടേബിൾ ഫിൽ ചെയ്തു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയാണ് എടുക്കുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഇതൊക്കെ നോട്ട്ബുക്കിലേക്ക് ചെയ്യണം. ഓക്കെ, ഈ കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾസ് ഒക്കെ എഴുതണം. ഓക്കെ, താങ്ക് യു.